സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ട്. തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ടുള്ളത്. കൊല്ലത്തെ കുടുംബ വീടായ ലക്ഷ്മി നിവാസ് മേൽവിലാസത്തിലാണ് കൊല്ലത്തെ വോട്ട്. ഗോപാൽ ഷിരാസനും ജേസൺ ചാമോളപ്പിലുമുണ്ട്. ഇപ്പോൾ പരാതിയുമായി കോൺഗ്രസ് നേതാക്കൾ ടി.എൻ. പ്രതാപനും DCC പ്രസിഡന്റും പോവുകയാണ്. ജേസൺ ചാമോളപ്പിലുണ്ട്. ജേസൺ, നേതാക്കൾ പരാതി നൽകാൻ പോകുന്നു, വിശദാംശങ്ങൾ. സ്മൃതി, ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകാനാണ് കോൺഗ്രസിന്റെ നേതാക്കൾ എത്തിയിരിക്കുന്നത്. ടി.എൻ. പ്രതാപൻ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA അനിലക്കര തുടങ്ങിയവരാണ് ഇപ്പോൾ പരാതിയുമായി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി വ്യാജ സത്യവാങ്മൂലം നൽകി തൃശ്ശൂരിൽ വോട്ട് ചേർത്തു എന്നതാണ് പ്രധാനമായും ആരോപിക്കുന്നത്. ഈ നേരത്തെ ശാസ്തമംഗലത്ത് വോട്ടുണ്ടായിരുന്നു. പിന്നീട് 2024 തിരഞ്ഞെടുപ്പിന് ശേഷം റിവിഷൻ ചെയ്ത സമയത്ത് വോട്ട് അവിടെ നിന്ന് മാറ്റിയില്ല. റെസിഡൻഷ്യൽ വോട്ട് അവിടെ തന്നെയാണെന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. ഈ ആരോപണം രേഖാമൂലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകേണ്ടത്. അതായത് വ്യാജ രേഖ ഉണ്ടാക്കി വ്യാജ സത്യവാങ്മൂലം നൽകി ഇവിടെ വോട്ട് ചേർത്തുന്നതാണ് പ്രധാനമായി പരാതിയിലുള്ളത്. കോൺഗ്രസ് നേരത്തെ തന്നെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി ഇതിനകം തന്നെ പുറത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത് സംബന്ധിച്ച നിരവധി തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. സുരേഷ് ഗോപിയുടെ വീട്ടിൽ 11 വോട്ടുകൾ അനധികൃതമായി ചേർത്തുന്നതായിരുന്നു ആദ്യം തന്നെ പുറത്തു വന്ന പ്രധാനപ്പെട്ട പരാതി. ഇപ്പോൾ സ്മൃതി അല്പം മുമ്പ് ചോദിച്ച വിഷയത്തിലേക്ക് തന്നെ വരാം. സുഭാഷ് ഗോപിയുടെ ഉൾപ്പെടെ വോട്ട് തൃശ്ശൂരിലെ ഭാരത് ഹെറിറ്റേജ് എന്ന സുരേഷ് ഗോപി വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ചേർത്തു. 11 വോട്ടുകൾ സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കൊല്ലത്തും വോട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലത്തും തൃശ്ശൂരും സുരേഷ് ഗോപിയുടെ സഹോദരന് സുഭാഷ് ഗോപിക്ക് വോട്ടുണ്ട്. അതിൽ ഇവിടെ തൃശ്ശൂർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച പരാതി ഇപ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട പരാതിയുമായി കോൺഗ്രസ് ചടുലമായ നീക്കം നടത്തുമെന്ന് പറയേണ്ടി വരും. CPIയും CPM സംബന്ധിച്ച പ്രതിഷേധ സമരങ്ങൾ പ്രസ്താവനകളും മറ്റും നടത്തുന്നുണ്ടെങ്കിൽ പോലും നിയമ നടപടിയിലേക്ക് കടക്കുന്നത് ഇതാദ്യമായിട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുൻപിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ടി.എൻ. പ്രതാപൻ, തൃശ്ശൂരിൻ്റെ മുൻ MP ടി.എൻ. പ്രതാപൻ, അതുപോലെ തന്നെ തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA അനിലക്കര ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പരാതിയുമായി അകത്തേക്ക് പോയിരിക്കുന്നു. ഈ പരാതിയിൽ എന്ത് തുടർ നടപടികൾ എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഒരു തിരഞ്ഞെടുപ്പ് കേസായിട്ടാണോ ഇതെടുക്കേണ്ടി വരിക? തിരഞ്ഞെടുപ്പ് കേസാണെങ്കിൽ പോലീസിന് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ളൊരു മറുപടിയാണോ ഇവർക്ക് ലഭിക്കുന്നതെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. ഇതെല്ലാം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കേസിൻ്റെ ഭാഗമായി വരുമെന്ന കാര്യവും നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും വ്യാജ സത്യവാങ്മൂലം എന്ന ഒരു ക്രിമിനൽ കുറ്റം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ പരാതി നൽകാൻ എത്തിയിരിക്കുന്നത്. ഈ പരാതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശാസ്തമംഗലത്തായിരുന്നു നേരത്തെ സുരേഷ് ഗോപിയുടെ വീട് അവിടെയായിരുന്നു വോട്ട്. പിന്നീട് തൃശ്ശൂരിലേക്ക് മാറ്റുകയായിരുന്നു. 2019 മുതൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയത് മുതൽ സുരേഷ് ഗോപി ഇവിടെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതോടുകൂടി പിന്നീട് വോട്ട് മാറ്റുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും സഹോദരൻ്റെയും ബന്ധുക്കളുടെയും ഒക്കെ വോട്ട് ആ വീട്ടിൽ ചേർക്കുകയായിരുന്നു. 11 വോട്ടുകളാണ് ആ വീട്ടിൽ ചേർത്തത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നാം നേരത്തെ നൽകിയിട്ട് ഇപ്പോഴും നമുക്ക് നൽകാനാവുന്നതാണ് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ. അവിടെ കട്ട് ചെയ്യുന്നില്ല, അവിടെയും ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ജേസൺ, ഇരട്ട വോട്ട് എന്നതാണ് വിഷയം. ഇത് നിയമപരമായ സാങ്കേതികമായ നിരവധി വിഷയങ്ങൾ ഉള്ള ഒരു കാര്യമാണ്. തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം 2 സ്ഥലത്ത് ഒരേ സമയം വോട്ട് ചെയ്താൽ കുറ്റകരമാണ്. അതോടൊപ്പം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റുമ്പോൾ ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഇത് എങ്ങനെയാണ്? തിരഞ്ഞെടുപ്പ് കേസായിട്ടാണോ വരുന്നത്? അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ട പരാതിയാണോ? ഇതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നാം കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും സുഭാഷ് ഗോപി ഇരട്ട വോട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുഭാഷ് ഗോപിക്ക് പുറമെ സുരേഷ് ഗോപിയും ഇത്തവണ റിവിഷൻ ചെയ്തപ്പോൾ 2024 കേന്ദ്രമന്ത്രിയായതിനു ശേഷം റിവിഷൻ ചെയ്തപ്പോൾ ആ റിവിഷനിൽ പോലും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി നടത്തിയ റിവിഷനിൽ പോലും
ശാസ്തമംഗലത്താണ് റെസിഡൻഷ്യൽ വോട്ട് എന്ന നിലയിലേക്ക് നിലനിർത്തിയിരിക്കുന്നത്. അത് മാറ്റിയിട്ടില്ല എന്നാണ് പ്രധാനമായി ഇപ്പോൾ പ്രതിപക്ഷ എന്ന നിലയിൽ ഇപ്പോൾ TM പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് കോൺഗ്രസ് വെച്ചിരിക്കുന്നു എന്നത് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി ഇതിൻ്റെ തുടർ നടപടി എന്ന് പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിൻ്റെ ചുവട് പിടിച്ചായിരിക്കും മറ്റു നടപടിയിലേക്ക് പോവുക. സ്വാഭാവികമായും നിയമപരമായ ചില സാങ്കേതിക വിഷയങ്ങൾ ഉണ്ടാകാം. അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ട വിഷയമാണ് എന്ന നിലപാട് എടുക്കാനാണ് കൂടുതൽ സാധ്യത. കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നൽകിയ സത്യവാങ്മൂലമാണ്. ഇത് ചോദ്യം ചെയ്യേണ്ട ഒന്നല്ലെങ്കിൽ കോടതിയിലോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലോ ആണ് എന്ന മറുപടിക്കായിരിക്കും കൂടുതൽ സാധ്യത. നിയമപരമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമില്ലെങ്കിൽ പോലും സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിന്റെ എല്ലാ കേസുകളും പരിഗണിക്കുന്നു ഒന്നല്ലെങ്കിൽ ഹൈക്കോടതി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സമയം നൽകിയിട്ടുണ്ട്. പരാതി ഇത്ര ദിവസത്തിനകം വേണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൽ റോളില്ല എന്ന മട്ടിലാണ് ചട്ടം എന്നുള്ളൊരു വാദം അവിടെ ഉയരുന്നുണ്ട്. അതേസമയം കോടതിക്ക് സ്വമേധയാ കേസെടുക്കാവുന്ന സാഹചര്യം കൂടിയുണ്ട്. കോടതിയിലേക്ക് എത്തിക്കുക എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകാൻ പോയിരിക്കുന്നു. ഇരട്ട വോട്ട് എന്നുള്ള ആരോപണം ഉയരുമ്പോൾ സുരേഷ് ഗോപിയുടെ സഹോദരന്റെ ഇരട്ട വോട്ടിന്റെ വിവരങ്ങളും പുറത്തുവരികയാണ്. ഗോപാൽ